ഹൂതികളും ഹമാസും ഇസ്രായേലിനെ ആക്രമിച്ച് മുന്നോട്ട് പോകുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയും ആക്രമണ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ അതിശക്തമായ ആക്രമണം ഹൂതികൾ നടത്തിയിരുന്നു. ഇപ്പോഴിതാ പലസ്തീനിലെ മറ്റൊരു സായുധ ഗ്രൂപ്പും ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദാണ് ആക്രമണം നടത്തിയത്. ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹമാസിനെ പിന്തുണയ്ക്കുന്ന പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അവകാശപ്പെട്ടു. ബീർഷേബായ്ക്ക് സമീപമുള്ള ഇസ്രായേൽ സേനയുടെ ഹാറ്റ്സരീം എയർബേസ് ആക്രമിച്ചതായി PIJ അവകാശപ്പെട്ടു. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റോക്കറ്റിനെ ഇന്റർസെപ്റ്റ് ചെയ്തതായി ഇസ്രായേൽ സേനയും അറിയിച്ചു. ഹമാസിന് പുറമെ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കൂടി ആക്രമണം തുടങ്ങിയതോടെ ഇസ്രായേൽ കനത്ത ജാഗ്രതയിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ആക്രമണം സൂചിപ്പിക്കുന്ന സൈറനുകൾ ഇസ്രായേലിൽ മുഴങ്ങിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ. ബാർഷെബ മേഖലയിൽ സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് തൊടുത്തുവിട്ട റോക്കറ്റ് ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തതാവാം എന്നാണ് സൂചന. വടക്കൻ ഗസ മുനമ്പിൽ നിന്ന് ദീർഘദൂര റോക്കറ്റ് തൊടുത്തുവിട്ടതായി നേരത്തെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചിരുന്നു. ഗസയിൽ നിന്നെത്തിയ റോക്കറ്റിനെ ലക്ഷ്യമിട്ട് ഇന്റർസെപ്റ്റർ റോക്കറ്റ് തൊടുത്തതായും ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ഉന്നത ഹമാസ് വക്താവിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ആക്രമണവുമായി പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എത്തിയത്. ഹമാസിന്റെ ഉന്നത വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖ്വാനു IDFന്റെ ആക്രമണത്തിൽ ജബാലിയ ക്യാമ്പിൽ വെച്ച് കൊല്ലപ്പെട്ടിരുന്നു. അതിനിടെ നിരന്തരം ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നു. കഴിഞ്ഞ ദിവസവും ഹൂതികൾ ഇസ്രായേലിനെയും ചെങ്കടലിലെ US യുദ്ധക്കപ്പൽ USS ഹാരിസ് ട്രൂമാനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്ന് ഹൂതികൾ അവകാശപ്പെടുന്നത്. തെലവീവിലെ IDF കേന്ദ്രത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് ഹൂതികൾ പറയുന്നത്. ആക്രമണം വിജയകരമായിരുന്നുവെന്നും ഹൂതികൾ അവകാശപ്പെടുന്നു. പലസ്തീനികളുടെ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരുള്ള ആക്രമണം കടുപ്പിക്കുമെന്നും ഹൂതികൾ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് USS ട്രൂമാന് നേരെ മൂന്നാമതും ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടത്. 48 മണിക്കൂറിൽ യുദ്ധക്കപ്പലിന് നേരെ ഹൂതികൾ നടത്തുന്ന മൂന്നാമത്തെ ആക്രമണമായിരുന്നു അത്. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഹൂതികൾ യുദ്ധക്കപ്പൽ ആക്രമിച്ചത്. എന്നാൽ യുദ്ധക്കപ്പൽ ആക്രമിച്ചെന്ന റിപ്പോർട്ട് US സേന നിരാകരിച്ചിരുന്നു. 100 മൈൽ അപ്പുറത്ത് വെച്ച് തന്നെ ആക്രമണം പ്രതിരോധിച്ചെന്നാണ് US അവകാശപ്പെടുന്നത്. ഹൂതി ഭീഷണികൾക്കിടയിലും യുദ്ധക്കപ്പൽ സജീവമാണെന്നും US സേന അറിയിച്ചു. യമനിലെ സനയിൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ് US. പിന്നാലെയാണ് ഹൂതികൾ മറുപടി നൽകിയത്. അതിനിടെ ഇസ്രായേലിലെ ബെൻ ഗുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. ഹൂതികൾ വിജയകരമായി ലക്ഷ്യം നേടിയതായി ഹൂതി സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി ചൊവ്വാഴ്ച പറഞ്ഞു. സൈറനുകളും സ്ഫോടനങ്ങളും ജെറുസലേമിലും ടെലവീവിലും മധ്യ ഇസ്രായേലിലും മുടങ്ങി. യമനിൽ നിന്ന് തൊടുത്തുവിട്ട മിസൈൽ തകർത്തതായി ഇസ്രായേലും അറിയിച്ചു.